ആണെങ്കിൽ രാത്രി 1 മണിക്ക് വിളിച്ചിട്ടുണ്ട് എനിക്ക് സങ്കടം ഫ്രണ്ട് ബ്രേക്കപ്പ് ആണ് എന്തെങ്കിലൊക്കെ ഒന്ന് പറയണം. അപ്പം റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. അല്ല ഇവന് പ്രായമൊന്നും ഒരു കുഴപ്പമില്ല. ചേച്ചിമാരാണെങ്കിൽ ചേച്ചിമാര്, പിള്ളേരാണെങ്കിൽ പിള്ളേര്. അതാണ് ഇവന്റെ ഇത്. അതായത് ഒരു ഇഷ്ടമുണ്ടല്ലേ എല്ലാവരും. എനിക്കെല്ലാരും ഇഷ്ടമാ. എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, നിറയെ ഉണ്ട്. ഗേൾ ഫ്രണ്ട്സോ? എനിക്ക് കുറച്ചാ, അവര് കുറെ ഉണ്ട്. ബ്രേക്കപ്പ് ആയല്ലോ. ഇതിലത്തെ ആർക്കാ കൂടുതല്? എനിക്ക് എടാ മോനെ നീ ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചേച്ചി ഗേൾസിലെ ഫ്രണ്ട്സ് ആണോ? ഗേൾസിലെ ഫ്രണ്ട്സ് തന്നെ. അതിലാരെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോ. ഗേൾ ഫ്രണ്ട്സ് പോരട്ടെ. ഗേൾ ഫ്രണ്ട് നല്ല നാണമൊക്കെ വരുന്നുണ്ട് കേട്ടാ. പറ കേക്കട്ടെ. കയ്യിലെണ്ണാൻ പറ്റില്ല എന്തായാലും. ഞാൻ ഇപ്പൊ എന്താ പറയാ, ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സ് പറഞ്ഞോ, അവരെ പറ്റിട്ട് പറഞ്ഞോ. അതായത് സ്കൂളിലേക്ക് പോവാനുള്ള രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങുമ്പോ ഒക്കെ ഒരു സന്തോഷായിരിക്കും. സ്കൂളിൽ പോകാനൊരു സന്തോഷം. അതെ, ഒരു ദിവസം നല്ല വൃത്തിക്കൊന്നും ഒരുങ്ങാൻ പറ്റിയില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവുമോ? എനിക്ക് ചെറുതായിട്ട് സ്പ്രേ ഒന്നും അടിച്ചില്ലെങ്കിൽ സങ്കടം, ഭയങ്കര സങ്കടം. അടുത്തൂടെ ഒക്കെ പോകുമ്പോ നല്ല മണമൊക്കെ വരണം ഗേൾ ഫ്രണ്ട്സിന്റെ അടുത്തൂടെ. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എങ്ങനെ പോകുന്നു അത് പറയട്ടെ. എന്താ സ്കൂളിൽ ഒപ്പിച്ച കുറച്ച് കുസൃതികളെ പറ്റി പറയാനാണെങ്കിൽ? കുസൃതി അച്ഛനെ അമ്മയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടാ? എന്നെയാ? എന്നെ എന്തായാലും 6th ഉണ്ട്. 6th അല്ലേ? ഒരുത്തൻ 2 പേരുണ്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. 6th അപ്പൊ വെറുതെ വന്നതല്ലായിരുന്നു. ഒരു പ്രാവശ്യം കടിച്ചിട്ട് എനിക്ക് ഇവിടെ ഇത് വന്നിട്ട് പനിയൊക്കെ വന്ന്, പേടിപ്പനി വന്ന്. എന്നിട്ട് അങ്ങനെയൊക്കെ കുറെ. അപ്പൊ അമ്മ എല്ലാ ദിവസവും ഒരു ബാങ്കിൽ നിന്ന് ആൾ വിളിക്കുമല്ല, അതേപോലെയാണ് ഇപ്പൊ വിളിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുക കംപ്ലൈന്റ്. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ലാന്ന്. അപ്പൊ ടീച്ചറിനോട് ചോദിച്ചപ്പോ 2 പേരും വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് സമ്മതം, ഞാൻ മാത്രമല്ല 2 പേരും ഉണ്ട്. അപ്പൊ ഈ സംഭവം പ്രത്യേകിച്ചൊന്നും ഇല്ല, വെറുതെ വന്നിട്ട് ഡസ്റ്റർ എടുത്ത് തലക്കടിക്കുക, വെറുതെ തള്ളിയിടുക. അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭിത്തിയിലായിരിക്കും ഫുള്ള്. അതായത് മറ്റേ കളിച്ചു തുടങ്ങുന്നത് സീരിയസ് ആവും. അങ്ങനെ എല്ലാ ദിവസവും കളിച്ചു തുടങ്ങും, സീരിയസ് ആവും. അതെ, അതിന്റെ പേരില് ശത്രുതയൊക്കെ ഉണ്ടോ? ഇപ്പൊ 7th തെറ്റായി. 6th നേരി കാണുമ്പോ കുഴപ്പമില്ല. ഇവനെന്തെങ്കിലും വെറുതെ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാലും മിണ്ടും. പക്ഷെ എന്നാലും അവന് എന്നോട് തന്നെയായിരുന്നു. എനിക്ക് എത്ര തല്ല് കിട്ടിയാലും പിന്നെയും പോയി ഞാൻ. കാരണം അത്രയും കമ്പനി ആണെങ്കിൽ ഇവനോടാണെങ്കിൽ പോകും, അല്ലാണ്ട് ഇപ്പൊ വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ഒന്നും പോവില്ല. എക്സ്പീരിയൻസ് 5ാം ക്ലാസ് വെച്ച് എന്റെ കൂട്ടുകാരൻ ഞങ്ങൾ തമ്മി ഭയങ്കര ഒരു ഇഷ്ടമല്ല, വെറുതെ ഇങ്ങനെ ചൊറിച്ചില്, കണ്ടാൽ തന്നെ ഒരു താല്പര്യക്കുറവ്. ഒരു ദിവസം അവൻ എന്നെ വന്ന് ചൊറിഞ്ഞ്, ഞാൻ മോന്തിക്കിട്ടണം കൊടുത്ത് എനിക്കിട്ട് തിരിച്ചു തന്ന് വയറ്റിലിട്ട്. പിന്നെ ഞങ്ങൾ ക്ലാസ്സിലൊരു അടിയായി. പിന്നെ ഫുൾ സീനായി. പിന്നെ അവനെ എടുത്ത് മൂലക്കിട്ട് ഒരെണ്ണം കൊടുത്ത്, മൂലക്കിട്ട് വെച്ചിട്ട് ഇടിച്ച് മൂലക്ക് തെറിപ്പിച്ച് അവൻ എന്നെ വന്ന് ഇടിച്ച് ഞാൻ എന്റെ തൊണ്ടക്കിട്ടണം കൊടുത്ത് തിരിച്ച് എന്റെ മൂക്കിലിട്ടണം തന്ന്. ഇതിപ്പം ഓക്കെ, നിങ്ങൾ തമ്മിൽ അടി ഇട്ട് തുടങ്ങുന്നൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറ്റേ പ്രൊവോക്ക് ആവുന്നത് എപ്പോഴാ? എന്തെങ്കിലും കളിയാക്കുന്നതാണോ? കളിയാക്കുന്നില്ല, വെറുതെ എനിക്ക് കളിയാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമല്ലാത്തത്. ഏത്, അതായത് നമ്മളെ ഹേർട്ട് ചെയ്യുന്നതായിട്ട് കളിയാക്കോ? എന്തൊക്കെ പറയുന്നേ? ബോഡി ഷേമിംഗ് ഒക്കെ ഉണ്ടോ? ബോഡി ഷേമിംഗ് അല്ല, എന്റെ ജസ്റ്റ് പാരന്റ്സിനെ കയറി വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവന്റെ എനിക്കെന്തല്ലോ ഒന്നെങ്കിൽ പാരന്റ്സിനെ കയറി വിളിക്കുമ്പോ അല്ലെങ്കിൽ സൈക്കിളിൽ പറയുമ്പോ സൈക്കിളിലും പറഞ്ഞാ 10 ഇരട്ടി കൊടുക്കാൻ പോണത്. പേരന്റ്സിനെ പറഞ്ഞാൽ അത്രയില്ല. പറഞ്ഞാലും ഉണ്ട്, പക്ഷെ ഇത്തിരി കൂടുതലാവും. ശങ്കുന് എങ്ങനെയാ ബോഡി ഷേമിംഗ് ഒക്കെ വരുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം സാൻസ്ക്രിറ്റിന് കുറഞ്ഞ മാർക്ക് കിട്ടി, ഭയങ്കരമായിട്ട്. ഒരുത്തന് ഫുൾ മാർക്ക് കിട്ടി. അവൻ എൻ്റെ അടുത്തൊന്നും പറയാ, അയ്യേ നീ ഒന്നും പഠിക്കൂല, പൊട്ടറാണ്, ഇങ്ങനെ കണ്ട മാർക്ക് പറഞ്ഞ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, കഴിവില്ലാത്തവനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ടോ? നിങ്ങളുടെ ഇടയ്ക്കൊക്കെ കംപ്ലൈന്റ് ചെയ്യാറൊക്കെ പക്ഷെ മൈൻഡ് ചെയ്യില്ല, സത്യമായിട്ട് മൈൻഡ് ചെയ്യില്ല. അത് നിങ്ങൾ ടീച്ചേഴ്സ് വിചാരിക്കുന്നത് ഇത് സ്ഥിരമാണല്ലോ, ഇതിനകത്ത് ഇടപെട്ട സ്ഥിരമാണ്, എപ്പോഴും എടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് കളിയാക്കിയപ്പോ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കണ്ണിലിട്ട് കൊടുത്ത്, എന്നിട്ട് മുഴുവൻ എന്റെ മേത്തെ കുറ്റം. ഇവൻ പെട്ടെന്ന് ദേഷ്യം വരും. അതായത് അറിയാം ശങ്കുൻ അത് കേട്ടാ ദേഷ്യമാണെന്ന്, എന്നാലും വരും.
എന്നാലും അടി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ലാസ്റ്റ് ശങ്കുവിന്റെ പേര് വരും ഇതൊക്കെ. അതങ്ങനെ അല്ലാണ്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് ചോദിക്കില്ല, ടീച്ചേഴ്സ് ചോദിക്കില്ല എന്താ ശരിക്കും ഇതിന്റെ തുടക്കം എന്താണെന്നൊന്നും ചോദിക്കില്ല. അതൊക്കെ ചോദിക്കും ഇടയ്ക്ക്, എന്താ ശരിക്കും സംഭവിച്ചേ, ആരാ തുടങ്ങിയേ, അങ്ങനെ. ഈ കളിയാക്കുന്നവരെ വിലക്കാറുണ്ടോ ടീച്ചേഴ്സ്? അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഒരു വരും പിന്നെയും. അങ്ങനെ ചെയ്യാൻ പാടില്ല, എനിക്ക് തന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ എന്തോ ഒരു സംഭവം എന്തോ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു അവൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ടീച്ചറിന്റെ അടുത്ത് പോയി പറഞ്ഞു. ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു നീ അതെന്താ കേൾക്കാൻ പോണേന്ന്. കേട്ട കാര്യം പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ ടീച്ചറിന്റെ അടുത്ത് അത് പറഞ്ഞു. അപ്പൊ ടീച്ചർ ഇങ്ങനെയാണ് ടീച്ചറിന്റെ അടുത്ത് പറയണേന്ന്. ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞാലേ ഞാൻ പറഞ്ഞത്. ടീച്ചർ വലിയ മൈൻഡ് ഒന്നുമില്ല. ബെല്ലടിച്ചപ്പോ എനിക്ക് ക്ലാസ് ഉണ്ട് ടീച്ചർ പോയി. ക്ലാസ് ടീച്ചറല്ല, ക്ലാസ് ടീച്ചർ അബ്സെന്റ് ആയതുകൊണ്ട് ഞാൻ വേറെ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞേ. അപ്പൊ പ്രിൻസിപ്പളിന്റെ അടുത്ത് ഇപ്പൊ അത്യാവശ്യം ഇതായിട്ടുണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് തന്നെ അതെടുത്തു കാര്യം. സീരിയസ് ആയിട്ട് എടുത്ത് എന്തിനാ അങ്ങനെ ചെയ്തത്, എങ്ങനെയൊന്നും വിളിക്കാൻ പാടോ എന്ന് ചോദിച്ചു. അവസാനം സാറ് എൻ്റെ വീട്ടിൽ വിളിച്ച്, എൻ്റെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ്, ഞാനും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ വിളിക്കുമെന്ന്. പക്ഷെ എൻ്റെ വീട്ടിൽ വിളിച്ചില്ല, അവൻ്റെ വീട്ടിൽ വിളിച്ചു. ഓ അങ്ങനെ. ഓക്കെ, ഇനി അത് പോട്ടെ, നമുക്ക് ഇനി ഗേൾ ഫ്രണ്ട്സിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, ഗേൾ ഫ്രണ്ട്സുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെ പോകുന്നു? അതായത് ഓക്കെ ഫ്രണ്ട്സ് തന്നെ, ഗേൾസിൽ തന്നെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് ഫ്രണ്ട്ഷിപ്പ് നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്? ബോയ്സുമായിട്ട്. അതെന്താ ഗേൾസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനകത്ത്? അത് എനിക്കുള്ള ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയോ, ഒരു ദിവസം ഭയങ്കര സംസാരിക്കും, ഒന്നും തീർക്കാണ്ടാവൂല, പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത ദിവസം ഉണ്ടല്ല ആ കണ്ണ് ഞങ്ങളുടെ മുഖത്തൊന്നും നോക്കൂല, ഞങ്ങളില്ല അവിടെ ഇല്ല എന്നുള്ള ഇതിലായിരിക്കും. പക്ഷെ അടുത്ത ദിവസം പിന്നെ വന്നുകൊണ്ട് ഒരുമാതിരി എന്തോ പോലത്തെ അതായത് മനസ്സിലാവുന്നില്ല. കൂട്ടുകാരല്ലേ മിണ്ടാൻ പറ്റൂല ഗേൾസിനോട് അധികം, അല്ലെ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ബോയ്സിനോട്. പക്ഷെ ഗേൾസിനോട് താല്പര്യം ഉണ്ടാവും. അതുപോലെ അവർക്ക് കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. പക്ഷെ നമ്മള് അതായത് മിങ്കിൾ ചെയ്യാൻ ബോയ്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാത്ത പോലൊരു ഫീൽ ആണ്. അതൊരു മാറ്റം, അതായത് ക്ലാസ് കഴിയും തോറും, അതായത് ഫിഫ്ത്തിലേക്ക് വരുമ്പോ ഒരു ചേഞ്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ചേഞ്ച് ഫീൽ ചെയ്യാനുള്ള പെൺപിള്ളേർ അങ്ങനെ തന്നെയാണ്. പക്ഷെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര കൂട്ടാണല്ലോ ആൺപിള്ളേരും പെൺപിള്ളേരും കൂടെ. അത് കൂട്ടാവും. അതാണ് കൂട്ടാണ്, കൂട്ടാണ് പക്ഷെ മിണ്ടൂല, മിണ്ടില്ല. അതായത് അവർക്ക് തോന്നുമ്പോഴേ മിണ്ടു. നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. അങ്ങനെ തോന്നുമ്പോ രാത്രി 1 മണിക്ക് വിളിച്ചിട്ട് എനിക്ക് സങ്കടം, ഫ്രണ്ട് ബ്രേക്കപ്പ് ആണ്, എന്തെങ്കിലൊക്കെ ഒന്നും പറയണം. അപ്പം റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. കൂടുതലാ. അതെങ്ങനെ എങ്ങനെ പോകുന്നു? അത് അറ്റ് എ ടൈം കുറെ പേരുണ്ടോ അതോ ഒരാളെ ഉള്ള? ഒരാളൊന്നുമില്ല, ഒരാളെ ഉള്ളു. എങ്ങനെ സണ്ണിക്കും? എനിക്ക് കഴിഞ്ഞ ഞാൻ ഇപ്പൊ നന്ദകുട്ടി. അതെന്താ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് മോശമാണെന്നാണോ? അങ്ങനെയാണോ? അങ്ങനല്ല, പിന്നെ ഗേൾസും ബോയ്സുമായിട്ട് ഫ്രണ്ട്സ് ആവാ, പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിന് പോകണ്ട. കുട്ടീനെ പോയി ഐ ലവ് യു പറഞ്ഞത് ആര്? ഞാൻ അല്ല, ഇവന് പ്രായമൊന്നും ഒരു കുഴപ്പമില്ല. ചേച്ചിമാരാണെങ്കിൽ ചേച്ചിമാര്, പിള്ളേരാണെങ്കിൽ പിള്ളേര്, അതാണ് ഇവന്റെ ഇത്. അതായത് ഒരു ഇഷ്ടമുണ്ടല്ലേ എല്ലാവരും? എനിക്കെല്ലാരും ഇഷ്ടമാ. അങ്ങനെ ഇപ്പം നിലവിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നല്ലതായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ? ഇപ്പൊ ആരെയും കിട്ടണില്ല. ഇപ്പൊ പിന്നെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അത് ബ്രേക്കപ്പ് ആയെന്നല്ലേ പറഞ്ഞു. ബ്രേക്കപ്പ് ആയ എന്താ കാര്യം? എന്തായിരുന്നു? അവൾക്ക് എന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല. എന്റെ സ്വഭാവം ആർക്കും ഇഷ്ടപ്പെടില്ല. എന്താന്ന് അറിഞ്ഞൂടാ, ഭയങ്കര സ്വഭാവ. ചേച്ചിക്ക് അറിയാത്തോണ്ടാ. അതെന്താ ഗേൾ ഫ്രണ്ട് എന്താ പറഞ്ഞു? ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ പറഞ്ഞു? റീസൺ പറഞ്ഞു എന്ന് വെച്ചാ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇഷ്ടമായപ്പോ ഞാൻ എന്റെ കൂട്ടുകാരോട് പോയി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. അതാണ് അവൾക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. അത് സീക്രട്ട് ആയിരിക്കുമായിരുന്നു. എനിക്ക് സീക്രട്ട് ആയിരിക്കണ ഇഷ്ടമല്ല. എനിക്ക് സീക്രട്ട് ആയിട്ടിരിക്കാൻ ഭയങ്കര പട്ടിഷാണ്. അതെ, മറ്റേ സിനിമ പറയുന്നത് എല്ലാരും അറിയണം, അതാണ്. സണ്ണിക്ക് അതുകൊണ്ട് പിന്നെ താല്പര്യമില്ല. കഴിഞ്ഞ ലാസ്റ്റ് ബ്രേക്കപ്പ് എങ്ങനെയായിരുന്നു? എന്തായിരുന്നു റീസൺ? അത് ടീച്ചറോട് അമ്മയുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അമ്മ ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നത് പറഞ്ഞ വഴക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോ ആ ടീച്ചറോട് ഞങ്ങൾ പണിയായി വഴക്ക് കിട്ടും. അമ്മ പറഞ്ഞു, അമ്മ സമാധാനത്തോടെ എല്ലാം കാര്യം പറഞ്ഞു മനസ്സിലാക്കി. ഇപ്പൊ പോകണ്ട, പഠിക്കുന്ന സമയമാണ്, പഠിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ. പെങ്കൊച്ചിന് വിഷമായോ? ആദ്യത്തെ 2 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പൊ അവള് വേറെ സെറ്റ്.
ഓ സണ്ണി ഇപ്പോഴും സിംഗിൾ ആയിട്ട് പോവാ പെങ്കൊച്ചിന് വേറെ സെറ്റ് എന്റെ അച്ഛൻ ചോദിക്കും മോനെ നിനക്ക് വല്ല സെറ്റായി എന്താണ് ആരും ഇല്ലേ ഒരു പെണ്ണിനോട് സെറ്റായി ഇങ്ങനെ നടക്ക് മിങ്കിളായിട്ട് അടക്ക് ഇങ്ങനെ സിംഗിളായിട്ട് അടക്കല്ലേ അങ്ങനെയാ പറയുന്നത്. അവിടെ നേരെ തിരിച്ചു. സണ്ണിക്ക് ഭയങ്കര സങ്കടമായല്ലേ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട്. സൈഡ് മൂവ്മെന്റ് ഇല്ല കുഴപ്പമില്ല, റിലേഷൻഷിപ്പ് ഇല്ലാത്ത തന്നെ നല്ലത്. സിംഗിൾ ഫ്രണ്ടായിട്ട് നടക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അത് കുറെ നാളുണ്ടാവും. ഇതാവുമ്പോ ഇടക്ക് വെച്ച് പോവും, അപ്പൊ അത് ഭയങ്കര സങ്കടാവും. പിന്നെ എന്തിനാ പ്രേമിക്കണല്ലേ? അതെ, ഫ്രണ്ട്സ് ആവുമ്പോ എന്താന്ന് പറഞ്ഞാൽ വഴക്കും ഉണ്ടാവും, തല്ലിയാലും കുഴപ്പമുണ്ടാവില്ല, ഒന്നും ഉണ്ടാവും. പക്ഷെ അതാവുമ്പോ നീ തല്ലിയില്ലേ ബ്രേക്കപ്പ്, അതാണ് സംഭവം. ഇതിപ്പോ കുഴപ്പമില്ല. ഇതാവുമ്പോ അവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10 കിട്ടും. അങ്ങനത്തെ സംഭവം 10 കിട്ടിയാലും 5 മിനിറ്റ് കഴിയുമ്പോ പാടാ നമുക്ക് ഷോർട്ട് അടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിൽ അതുണ്ടല്ലേ, ഫ്രണ്ട്ഷിപ്പിൽ അതുണ്ട്. പക്ഷെ റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. പെമ്പിള്ളാര് ഭയങ്കര പെമ്പിള്ളാരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് വെറുത്തു തുടങ്ങി ചിലവരെ. Oh my God, ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവരൊക്കെ മാറ്റിയിട്ട് പുതിയതായിട്ട്. സ്കൂളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പ്രേതങ്ങളെ പറ്റിയിട്ടാണോ? ഏയ് പ്രേതങ്ങളല്ല, ഇവർ സൈക്കിളിനെ കുറിച്ച്, ഞാൻ കാർസിനെ കുറിച്ച്, പിന്നെ വേറെന്തൊക്കെ ചർച്ച? പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ബാക്ക് ബെഞ്ച് ആണെങ്കിൽ കിടന്നുറങ്ങും ക്ലാസ് ടൈമില്. ഇടയ്ക്ക് ഉറക്കം അല്ല, ഉറക്കം വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യണെന്ന് പറഞ്ഞാ കൂട്ടുകാരുടെ നമ്പർ ഉണ്ട്, അപ്പൊ ബുക്ക് അടക്കും ടീച്ചറിന്റെ അടുത്ത് കിടക്കാൻ പറയും. അതും കറക്റ്റ്. ഇതിപ്പോ കണ്ടിന്യൂസ് ആവുമ്പോ ടീച്ചറിന് മനസ്സിലാവില്ലേ? കണ്ടിന്യൂസ് അല്ല, വല്ലപ്പോഴും ഒക്കെ. വല്ലപ്പോഴും, അതായത് ഒരു വീട് കഴിഞ്ഞ് അപ്പുറത്ത് വീട്. അതാവുമ്പോ അറിയില്ലല്ലേ ടീച്ചേഴ്സ് ഈ കാര്യങ്ങൾ അറിയില്ല. എന്റെ ഒരു കൂട്ടുകാരനെ വയറുവേനയെന്നും പറഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ കിടന്നുറങ്ങി, ഫുൾ പീരീഡ്. വെറുതെ ടീച്ചർ പൊക്കിയില്ല? ഇല്ല, ആരും പൊക്കിയില്ല. ഓക്കെ. എന്നിട്ട് ഈ മറ്റേ ഈ ടീച്ചർ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഫുഡ് കഴിക്കുക അങ്ങനത്തെ പരിപാടീസ് ഒക്കെ ഉണ്ടോ? അവൻ ഫുഡും കഴിച്ചിട്ടില്ല ഉച്ചക്ക്. അങ്ങനെയല്ല, നിങ്ങളുടെ ഇടയ്ക്കുണ്ടോ? ഞങ്ങളുടെ ഇടയ്ക്ക് അത് എന്തെങ്കിലുമൊക്കെ പൊതി, കയ്യിലൊക്കെ പൊതിയൊക്കെ കരുതി. പക്ഷെ ഞാൻ വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ ക്യാൻറ്റീനിന്റെ അവിടെ ഒരു ചെടിയുണ്ട്, അതൊരു പുളിയാണ്, അതിന്റെ അല്ല അത് പറിച്ച് പോക്കറ്റ് ഇടും ക്ലാസ് ടൈമില്. ക്ലാസ് ടൈമിലാ? ടീച്ചർ കാണൂല? എന്റെ ഒരു കൂട്ടുകാരന്. നിങ്ങളുടെ ക്ലാസ്സിൽ ശരിക്കും എത്ര സ്ട്രെങ്ത് എന്തുമേണ്ട്? 37 ഉണ്ട്. 37 ഉണ്ട്. 37 ഉണ്ടായിട്ട് തന്നെ ടീച്ചേഴ്സിന്റെ കണ്ണെത്തുന്നില്ലേ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തേക്ക്? എന്റെ 40 ഇവിടുന്ന്. ഓ ഇല്ല, ഞങ്ങള് ഇത്ര ബാക്കിലായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും എത്ര സംസാരിച്ചാലും ആരും വേണ്ടിയില്ല. പക്ഷെ ഞങ്ങളുടെ ക്ലാസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഒന്നും മിണ്ടിയാ മതി. എന്താടാ നീ മിണ്ടണേ? എന്താ ക്ലാസ്സിൽ പോകാൻ മടിയൊന്നുമില്ല രണ്ടുപേർക്കും? വല്ല മറ്റേ മഴയൊക്കെ ആണെങ്കിൽ മഴയാണെങ്കിൽ മഴ ആകുമ്പോ എന്താ കുഴപ്പമെന്ന് അറിയോ? ചെരുപ്പ് ഇടാൻ പറ്റും, അതൊക്കെ. പക്ഷെ ഈ സൈക്കിൾ ഓടിച്ചു പോകുമ്പോഴല്ല, ബ്രേക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോ എന്തോ സങ്കടം വരും. പിന്നെ ഗിയർ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മളുണ്ടാവും. അത് സൈക്കിള് നനയുന്നോണ്ടുള്ള ബുദ്ധിമുട്ടാ, അല്ലാണ്ട് ഡ്രസ്സ് നനഞ്ഞിട്ട് പോയി ക്ലാസ്സിൽ സൈക്കിൾ നനയാൻ പാടില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് സൈക്കിളൊക്കെ എന്താ ഒരു ചവർ സാധനം പോലെ. ഇവരുണ്ടല്ലോ വണ്ടി എല്ലാ ദിവസം മരത്തേക്കും. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഗിയർ മാറുന്നു. സൈക്കിളിന് എന്തെങ്കിലും പറ്റാൻ കിടന്ന് കരയും. ഞാൻ ഒരു പ്രാവശ്യം വീണിട്ട സ്കൂളില്. ഞാൻ സൈക്കിളിൽ പോയി വേഗം വന്ന് സൈക്കിളിൽ പൊക്കിയിട്ട് സൈക്കിളിനോട് ചോദിക്കുക, എടാ എന്തെങ്കിലും പറ്റിയടാ? ഞാനവിടെ കിടന്ന് കരയാണ്, എന്നിട്ട് മൈൻഡ് പോലും ചെയ്തില്ലേ. അല്ല, ഞാൻ ഉണ്ടല്ലോ അവൻ വീണതുണ്ട്, അപ്പൊ അടിച്ചേലി വീണായിരുന്നു ഞാൻ പിന്നെ പോളൂ. ഞാൻ വിചാരിച്ചു ഇവിടെ മുറിവുണ്ട്. മുറിവ് അല്ലല്ല, അതല്ല, ഞാൻ അതാദ്യം കണ്ടില്ല, പിന്നെ ഇവൻ കാണിച്ചാ കൈ പൊട്ടിയത്. അല്ല ഇവൻ വീണതേ, അല്ല മറ്റേ ഈ പറയുന്ന പോലെയാണോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ വീണ് കഴിഞ്ഞാൽ ആദ്യം ചിരിക്കുന്നവനാണ് യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത്? ആ സംഭവമാണോ? അതായത് ഓടിച്ചെന്ന് എടുക്കുന്നതിലല്ല കാര്യം, അതാണോ? അതല്ല സംഭവം. വീണത് എങ്ങനെയാണെന്നറിയോ? ഒരു വർഷം ഉണ്ടായിരുന്നില്ല, അവിടെ മഴയായിരുന്നു ഒന്നാമത്. ഇവനുണ്ടല്ലോ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവും, ഇതുപോലെ ഇങ്ങനെ സ്പീഡ് വന്ന് എന്റെ ഇവിടെ നിന്ന് പൊക്കിയതാ. ഇപ്പഴത്തെ ഒരു ഇങ്ങനെ സ്ലോപ്പ് പോലെ ഉണ്ട്, ഓടിച്ചു പോയതാ. ഇപ്പഴത്തെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് ഷോ കാണിച്ചതാ, ജസ്റ്റ് ഒന്ന് സ്പീഡിലൊന്നും എടുത്തു പോയതാ. പക്ഷെ പെട്ടെന്ന് ബാക്ക് ടയർ തന്നെ, ഇവന്റെ ബാക്ക് ടയർ ഒന്നുമില്ല, കണ്ണാടി പോലെ ഇരിക്കും, ഇങ്ങനെ കൈ ഇങ്ങനെ തിന്നിപ്പോവാ.
അപ്പൊ ടയർ കറങ്ങി തെന്നിടിച്ച് വീണ്. അപ്പൊ ഇപ്പുറത്ത് ചാരലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. മഴയും ഉണ്ടായിരുന്നു. നല്ല മഴയായോണ്ടേ വെള്ളമായിരിക്കുമല്ലോ, അപ്പൊ ഒന്നും പറ്റില്ല. ബാഗ് ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോ ചോര പിന്നെ ഷോ ഇറങ്ങാൻ ചെയ്തല്ലേ, കുഴപ്പമില്ലാത്ത ബാഗ് ഇട്ടിട്ട് ഇത് ഇങ്ങനെ എടുക്കണേ. ബാഗ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ നടക്കണത്. ബാഗുള്ളതുകൊണ്ട് നടക്കൊന്നും പറ്റിയില്ല, നടുവൊന്നും പറ്റിയില്ല. എന്തായാലും നന്നായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.